ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ശ്രീമൻ നാരായണീയത്തിലെ 5-ാമത്തെ ദശകത്തിലെ 3-ാമത്തെ ശ്ലോകം ചൊല്ലിയിട്ട് നമുക്കിന്ന് അർത്ഥം മനസ്സിലാക്കാം കേട്ടോ. ഈ ശ്ലോകത്തില് പ്രളയശേഷം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ ഞാൻ ശ്ലോകം ചൊല്ലും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഏവഞ്ചതി പരാർത്ഥകാല വിഗതാ വീക്ഷാംസി സൃക്ഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം. മായാദ ഖലു കാലശക്തിരഖിലാ ദൃഷ്ടം സ്വഭാവോ ബീജ പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദതുസ്തസ്യ സഹായക്രിയാം. അപ്പോ നമുക്ക് ഓരോ വാക്കുകളായിട്ട് അർത്ഥം നോക്കാം. ഏവം, ഏവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം. ആ സർവചരാചരങ്ങളും മായയിൽ ലയിച്ചു. എന്നിട്ട് ആ മായ ഭഗവാനിൽ ലയിച്ചു. ഭഗവാൻ ആ യോഗനിദ്രയിൽ ഇങ്ങനെ ആണ്ടുകൊണ്ട്, അതാണ് ഇപ്രകാരം എന്ന് പറയുന്നത്. ദ്വിപരാർത്ഥകാല വിഗതൗ ഈക്ഷാം. ദ്വിപരാർത്ഥകാല വിഗതൗ എന്ന് പറഞ്ഞാല് ആ ദ്വിപരാർത്ഥ കാലം കഴിഞ്ഞിട്ട് അതിനുശേഷം. അപ്പൊ നമ്മള് മുമ്പ് പറഞ്ഞിരുന്നു, ബ്രഹ്മാവിന്റെ 100 വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ മനുഷ്യരുടെ പോലത്തെ 100 കൊല്ലമല്ല, എന്താണ്, ദേവവർഷാണ്. ഈ ബ്രഹ്മാവിന്റെ ഒരു ദിവസം തന്നെ 2000 ചതുർയുഗാണ്. അങ്ങനെ 1 കൊല്ലം, അങ്ങനെ 100 കൊല്ലം കേട്ടോ. അപ്പൊ ഇതില് ഈ ദ്വിപരാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിലെ ബ്രഹ്മാവിന്റെ വയസ്സിന്റെ ആദ്യത്തെ 50 വർഷം, അതാണ് ഒരു പരാർത്ഥം പറഞ്ഞു കഴിഞ്ഞാല്. അങ്ങനെ രണ്ടാമത്തെ 50 വർഷം എന്ന് പറയുന്നത് ആണ് രണ്ടാമത്തെ പരാർത്ഥം. അങ്ങനെയാണ് ദ്വിപരാർത്ഥം. ഈ ദ്വിപരാർത്ഥത്തിന് ശേഷം എന്ന് പറഞ്ഞാല് ഈ ബ്രഹ്മാവിന്റെ 100 വയസ്സ് കഴിഞ്ഞ അത്രയും കാലം തന്നെ പ്രളയം ഉണ്ടാവും. ആ പ്രളയത്തിന് ശേഷം, അതാണ് ദ്വിപരാർത്ഥ കാല വിഗതൗ, ദ്വിപരാർത്ഥ കാലത്തിന് ശേഷം എന്ന് പറയുന്നത്. ഈക്ഷാം ശുശ്രൂക്ഷാത്മികാം. ഈക്ഷാം നോട്ടം, ശുശ്രൂക്ഷാത്മികാം സൃഷ്ടി വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉള്ള നോട്ടം, അതാണ് ശുശ്രൂക്ഷാത്മിക എന്ന് പറഞ്ഞാൽ. ശുശ്രൂക്ഷാത്മികാം ഈക്ഷാം ത്വയി ബിഭ്രാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാന്റെ ഒരു നോട്ടം, സൃഷ്ടി വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ഭഗവാൻ ആ മായയിലേക്ക്, തന്റെ ഉള്ളിൽ തന്നെ കിടക്കുന്ന ആ മായയിലേക്ക് ഒരു നോട്ടം നോക്കി. അപ്പൊ എന്താണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. ചുക്ഷുബേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം. ത്രിഭുവനീ ഭാവായ, ഈ ഭഗവാന്റെ ഒരു നോട്ടം തട്ടിയപ്പോ എന്താ ഉണ്ടായത്? ത്രിഭുവനീ ഭാവായ, ഈ 3 ലോകങ്ങളും എന്താണ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് മായാ സ്വയം ചുക്ഷുബേ, മായ സ്വയം തന്നെ തന്നെത്താൻ തന്നെ ചുക്ഷുബേ ശോഭിച്ചു, ഇളകി മറഞ്ഞു. 3 ലോകങ്ങളും സൃഷ്ടിക്കാൻ വേണ്ടി തന്റെ ആ മായയുടെ ഉള്ളിൽ തന്നെയാണ് സൂക്ഷ്മ രൂപത്തില് ഈ 3 ലോകങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ആ ഭഗവാന്റെ നോട്ടം ആ മായയിൽ തട്ടിയപ്പോ എന്താണ്ടായത്? മായ ഒന്ന് ഇളകി മറിഞ്ഞിട്ട് ഈ 3 ലോകങ്ങളും സൃഷ്ടിക്കാൻ വേണ്ടി ആ മായ ഒന്ന് ഇളകി മറിഞ്ഞു എന്നാ പറയുന്നത്. അപ്പോ അപ്പൊ ഈ ത്രിഗുണങ്ങളൊക്കെ എന്താണ് ഈ മായയുടെ ഉള്ളിലുണ്ട് അല്ലെ? സത്വരജ തമോ ഗുണങ്ങളൊക്കെ അതൊക്കെ സന്തുലിതമായ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ അതാണ് പറഞ്ഞത്. ഇനി എന്ത് പിന്നെ എന്താ നോക്കൂ. മായാദ ഖലു കാലശക്തിരഖിലാ ദൃഷ്ടം സ്വഭാവോപിച്ച. മായാദ, ആ മായയില്, ഖലു ആണല്ലോ, കാലശക്തിരഖിലാ ദൃഷ്ടം, കാലശക്തി,
ആ മായയിലാണ് കാലത്തിന്റെ ആ ശക്തി. ഈ മായയുടെ ഉള്ളില് കാലശക്തി ഉണ്ടായിരുന്നു. പിന്നെന്താ ഉണ്ടായിരുന്നത്? അഖിലാദൃഷ്ടം, എല്ലാ ആദൃഷ്ടങ്ങളും, കാണാൻ പറ്റാത്തത്, ദുഷ്കൃതങ്ങളും സുഹൃതങ്ങളുമായിട്ടുള്ള കർമ്മങ്ങളും കർമ്മഫലങ്ങളും, പിന്നെ അതുപോലെ തന്നെ ജീവാത്മാക്കളും, പിന്നെന്താ ഉണ്ടായിരുന്നത് നോക്കൂ, സ്വഭാവോപിച്ച, സ്വഭാവങ്ങള്, പിന്നെ ഒക്കെ എന്താ ഉണ്ടായത്? ആ ഗുണങ്ങള്, ത്രിഗുണങ്ങള് ഒക്കെ ആ മായയുടെ ഉള്ളിൽ നിന്ന് പ്രാദുർഭൂയ, ഉത്ഭവിച്ചു. അതൊക്കെ എല്ലാം കൂടി ഇപ്പൊ ഈ കാലശക്തിയും അതുപോലെ തന്നെ ഈ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ദുഷ്കൃതങ്ങളും സുഹൃതങ്ങളുമായ കർമ്മഫലങ്ങളും ഒക്കെ, പിന്നെ സ്വഭാവങ്ങള് ഒക്കെ പ്രാദുർഭൂയ, ഉത്ഭവിച്ചു, വീണ്ടും പുറത്തേക്ക് വന്നു എന്നാണ് പറയുന്നത്. ഗുണാൻ വികാസ്യ വിദതുസ്തസ്യ സഹായക്രിയ. ഗുണാൻ വികാസ്യ, ആ ഗുണങ്ങളെയൊക്കെ വികസിപ്പിച്ചുകൊണ്ട്, തസ്യ, തസ്യ പറഞ്ഞ ആ മായയുടെ, അവളുടെ ആ മായയുടെ സഹായക്രിയാം വിദതു പറഞ്ഞാല് ആ ഈ മായയ്ക്ക് ആ സഹായം ചെയ്തു കൊടുത്തു. ആ സൃഷ്ടി നടത്താൻ വേണ്ടിയിട്ട് ഈ കാലശക്തിയും അതുപോലെ തന്നെ അഖിലാദൃഷ്ടം, ആ മായയുടെ ഉള്ളിലുള്ള ദുഷ്കൃതങ്ങളും സുഹൃതങ്ങളുമായിട്ടുള്ള ആ കർമ്മഫലങ്ങളും ജീവാത്മാക്കളും അതുപോലെ സ്വഭാവങ്ങളും ഒക്കെ എന്തായി? പുറത്തേക്ക് വന്നു. എന്നിട്ട് അതിനുള്ളിൽ സൂക്ഷ്മ രൂപത്തിൽ ഇതൊക്കെ കടന്നിരുന്നു ആ മായയുടെ ഉള്ളില്. എന്നിട്ട് പുതിയ അതുകൊണ്ട് അങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ആ മായയെ വീണ്ടും സൃഷ്ടി നടത്താൻ സഹായിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് കേട്ടോ. അപ്പോ ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.